മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ 10 വർഷത്തെ അനുഭവമെടുത്താൽ മറ്റൊരു കാര്യം കൂടി കാണാൻ നമുക്ക് കഴിയും. 2016-21 കാലം ഇവിടെ തൊട്ടു മുന്നിലത്തെ ഇരുണ്ട കാലത്തിൽ നിന്ന് നാട് വെളിച്ചത്തിലേക്ക് കടന്ന കാലമാണ്. ആ മാറ്റം നേരിട്ട് അനുഭവിച്ച ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു: നമ്മുടെ നാടിൻ്റെ ചരിത്രം ആവർത്തിക്കരുത്, അത് തിരുത്തേണ്ടതാണ്. ജനങ്ങളുടെ ബോധ്യത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് വന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ബോധ്യമനുസരിച്ച് നാടിൻ്റെ ചരിത്രം തിരുത്താൻ തയ്യാറായി. എന്തായിരുന്നു ചരിത്രം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഭരണകക്ഷി പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു ദീർഘകാലമായി കേരളത്തിൽ നടന്നു വന്നത്. ഇതിൻ്റെ ഫലമെന്താണ്? ഇത് നാടിന് വലിയ ദോഷം ചെയ്തു എന്നാണ് ജനങ്ങൾ കണ്ടത്. എങ്ങനെ? 2 മുന്നണികൾ, LDF-ഉം UDF-ഉം. LDF നാടിനോട് പ്രതിബദ്ധത, ജനക്ഷേമത്തിൽ താല്പര്യം, നാടിനെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നു. LDF ഏതെല്ലാം ഘട്ടത്തിൽ അധികാരത്തിലുണ്ടായോ അപ്പോഴൊക്കെ നാടിൻ്റെ ഏറ്റവും നല്ല ഘട്ടം, നല്ല രീതിയിൽ നാട് വികസിച്ചു, വിവിധ മേഖലകളിൽ പുരോഗതിയുണ്ടായി, നാടിനു വേണ്ട പുതിയ പദ്ധതികൾ ഏറ്റെടുത്തു, ഒരുപാട് ജനക്ഷേമ കാര്യങ്ങൾ നിർവഹിച്ചു. വികസനവും ജനക്ഷേമവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഇതൊക്കെ LDF-ന്റെ പ്രത്യേകത. എന്നാൽ അങ്ങനെ വികാസം പ്രാപിച്ച നാട് ഓരോ ഘട്ടത്തിലും തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന UDF സർക്കാർ വികസനത്തിൽ എത്തി നിൽക്കുന്നിടത്ത് നിന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല. LDF എങ്ങനെയാണ് നാടിനെ വികസനത്തിലേക്ക് നയിച്ചത്? നാടിനോട് പ്രതിബദ്ധത, അതാണ് കാര്യം. അത് LDF-ന് വേണ്ടതിലധികമുണ്ട്. പക്ഷേ UDF നാടിനോട് പ്രതിബദ്ധതയില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. ആ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ അഴിമതിയും കെടുകാര്യസ്ഥയും വന്നു. നാടിൻ്റെ ഓരോ മേഖലയും മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടായി.
പലതും തകർന്നു, ചിലത് വല്ലാതെ പുറകോട്ട് പോയി, ചിലത് പൂർണ്ണമായി മരവിച്ചു കിടന്നു. മൊത്തത്തിൽ നാടിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു, വല്ലാതെ പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ മൂർധന്യ ദശയാണ് 2011-16 കാലത്തുണ്ടായി. ഇതനുഭവിച്ച ജനങ്ങൾ 2016 മുതൽ 2021 വരെയുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ നാടിൻ്റെ വിവിധ മേഖലകളിൽ വന്ന മാറ്റം, ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പായത്, അതെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ട് ഇനി പഴയ ചരിത്രം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നത്. ആ തുടർഭരണം അനുവദിച്ചത്, നാടിൻ്റെ ചരിത്രം തിരുത്തിയത് ശരിയായോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്.